മനുഷ്യർ ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകം ശ്രമം തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഏലിയൻസ്, UFO ഒക്കെ ആയിരുന്നു ശാസ്ത്രത്തിന് കൂടുതൽ കൗതുകമുയർത്തിയിരുന്നതെങ്കിൽ ഇന്നത് ഏകകോശ ജീവികളിലേക്കും മനുഷ്യനേക്കാൾ കുറേയധികം പുരോഗമിച്ചിട്ടുണ്ടാകാവുന്ന ജീവികളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളിൽ ജീവന്റെ തുടിപ്പുണ്ടാവാം എന്ന് ശാസ്ത്രം പറയുന്നത്? അതിന് തക്കതായ കാരണങ്ങളുണ്ട്. 1. നമുക്ക് ചിന്തിക്കാനും ഊഹിക്കാനും സാധിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ വലുപ്പം. എന്തിന്, ഓരോ ഗാലക്സിയിൽ പോലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ മാതൃ ഗാലക്സിയായ ആകാശഗംഗയുടെ കാര്യം തന്നെ എടുക്കുക. 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഈ ഗാലക്സിയിൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഒരു പ്രകാശം കടന്നാൽ 1 ലക്ഷം വർഷം വേണ്ടിവരും അതിനപ്പുറത്തെത്താൻ. നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ ഇതുപോലുള്ള കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ കടൽ തീരത്തെയും മരുഭൂമിയിലെയും മണൽത്തരികൾ എല്ലാം കൂടെ പ്രപഞ്ചത്തിലെ ആകെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിൽ താഴെ വരൂ. ഈ ഓരോ നക്ഷത്രങ്ങൾക്കും ഒന്നിലധികം ഗ്രഹങ്ങൾ ഉണ്ടാകാമെങ്കിൽ ഇത്രയും വലിയ ഈ പ്രപഞ്ചത്തിൽ നാം ഒറ്റയ്ക്കാണ് എന്ന് എങ്ങനെ ചിന്തിക്കാനാവും? ലോസ് ഓഫ് ഫിസിക്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ള ഓരോ പ്രതിഭാസത്തെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെയിരിക്കെ ആ നിയമങ്ങൾ ഭൂമിക്ക് മാത്രമുള്ളതാണെന്നും വേറെ ഒരു ഗ്രഹത്തിലോ നക്ഷത്രത്തിലോ ബാധകമല്ല എന്നും എങ്ങനെ പറയാനാകും? നമുക്കറിയുന്ന ജീവൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും, അതായത് വെള്ളം, ഊർജം, ലോഹങ്ങൾ ഒക്കെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സുലഭമാണ്. എന്നുവെച്ചാൽ ജീവനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി ആയിരിക്കാനുള്ള സാധ്യത പിന്നെയും കുറയുന്നു. മനുഷ്യർ എന്നാൽ കാർബൺ അധിഷ്ഠിതമായ ജീവിവർഗമാണ്. അതുപോലെ സിലിക്കൺ അധിഷ്ഠിതമായ ജീവിവർഗങ്ങൾ ഉണ്ടാവാം. നമുക്ക് പരിചയമില്ലാത്തവയാണെങ്കിൽ കൂടി രസതന്ത്രം മാറുന്നതനുസരിച്ച് പലതരത്തിലുള്ള ജീവൻ ഉണ്ടാവാം. ഏകദേശം 1370 കോടി വർഷമായി പ്രപഞ്ചമുണ്ടായിട്ട് അതിൽ സൂര്യനൊക്കെ 3-ാമത്തെയോ 4-ാമത്തെയോ തലമുറയിൽപ്പെട്ട നക്ഷത്രമാണ്. ഇങ്ങനെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ തന്നെ അവയെ മനുഷ്യനുമായി എങ്ങനെ താരതമ്യം ചെയ്യും? അതിനുവേണ്ടി റഷ്യൻ ശാസ്ത്രജ്ഞൻ നിക്കോളായ് കർഡഷേവ് 1964 വികസിപ്പിച്ചെടുത്ത സ്കെയിൽ അഥവാ അളവുകോലാണ് കർഡാഷേവ് സ്കെയിൽ. ഒരു നാഗരികയുടെ ഊർജ ഉപഭോഗത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കി സാങ്കേതിക പുരോഗതിയുടെ നിലവാരം കണക്കാക്കുന്നതിന്റെ രീതിയാണ് കർഡാഷേവ് സ്കെയിൽ. ഇനി പ്രധാനപ്പെട്ട കർഡാഷേവ് സ്കെയിൽ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നിവയാണ് അവ. ഗുഹവാസികൾ മുതൽ താരാപഥങ്ങൾ അടക്കി വാഴുന്ന ദൈവങ്ങൾ വരെ ഇതിനുള്ളിൽ പെടും. ഒരു ടൈപ്പ് 1 സിവിലൈസേഷന് അവരുടെ ഗ്രഹത്തിലെ ലഭ്യമായ ഊർജം ഉപയോഗിക്കാൻ കഴിയും. ഒരു ടൈപ്പ് 2 സിവിലൈസേഷന് അവരുടെ നക്ഷത്രത്തിന്റെയും അടുത്തുള്ള പ്ലാനറ്ററി സിസ്റ്റത്തിന്റെയും ഊർജം ഉപയോഗിക്കാൻ കഴിയും. ടൈപ്പ് 3 സിവിലൈസേഷൻ ആകട്ടെ അവരുടെ ഗാലക്സിയുടെ തന്നെ ഊർജം ഉപയോഗിക്കാൻ കഴിയും. ഇത്രയും വികാസം പ്രാപിച്ചവരാണെങ്കിൽ നമ്മൾ മനുഷ്യർ ഇപ്പോഴും സിവിലൈസേഷനിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നാം ഉള്ളത് 0.75 ലെവലിലാണ്. നമ്മുടെ പുരോഗതി ഇതേപടി തുടരുകയും നമ്മൾ ഭൂമിയെ വാസയോഗ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്താൽ ഏതാനും നൂറ്റാണ്ടുകൾക്കകം നമ്മൾക്കൊരു സമ്പൂർണ്ണ ടൈപ്പ് 1 സിവിലൈസേഷൻ ആയി മാറാം. ടൈപ്പ് 1 ഇപ്പോഴത്തെ മനുഷ്യരുമായി താരതമ്യം ചെയ്താൽ കുറഞ്ഞത് 200 വർഷമോ അതിനു മുകളിലോ പുരോഗതി പ്രാപിച്ചവർ ആയിരിക്കും ഇവർ. സെക്കൻഡിൽ 10 ക്വാഡ്രില്യൺ ഊർജം ഇവർ ഉപയോഗിക്കുമെന്ന് കരുതുന്നു. മനുഷ്യരുടെ ശരീര പരിമിതികളെ മറികടക്കാൻ ഇവർ സൈബോർഗുകളായി മാറും. മനുഷ്യനും പാതി യന്ത്രഞ്ചെപ്പുകൾ സർജറി വഴി ശരീരത്തിൽ ഘടിപ്പിച്ചു അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ബോഡി പാർട്സ് ഉണ്ടാക്കിയോ ആവാം ഇതിന്റെ തുടക്കം. ഇപ്പോഴത്തെ മനുഷ്യരെക്കാൾ സാങ്കേതികപരമായി ഏറെ മുന്നേറിയത് കൊണ്ട് തന്നെ ആസ്റ്റീരിയോയിഡ് കൊളിഷൻ, സൂപ്പർ വോൾക്കാനോ, ന്യൂക്ലിയസ് വാസ് എന്നിവയൊക്കെ തരണം ചെയ്യാൻ ടൈപ്പ് 1 സിവിലൈസേഷന് കഴിയും. ടൈപ്പ് 2 ടൈപ്പ് 1 സിവിലൈസേഷനുമായോ മനുഷ്യരുമായോ താരതമ്യം ചെയ്യുമ്പോൾ പല മടങ്ങ് അഡ്വാൻസ്ഡ് ആണ് ടൈപ്പ് 2 സിവിലൈസേഷൻ. ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിന്റെ മുഴുവൻ എനർജിയും ഉപയോഗിക്കാൻ ഇവയ്ക്ക് സാധിക്കും. 10 സെപ്റ്റില്യൺ പെർ സെക്കൻഡ് ആണ് ഇവരുടെ ഊർജ ഉപഭോഗം. സൂര്യൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ഊർജത്തിന്റെ 100-ൽ 1 അംശമാണ് ഭൂമിയിലെത്തുന്നത്. അതിന്റെ 10 ലക്ഷത്തിൽ 1 അംശമാണ് മനുഷ്യൻ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നത്. ടൈപ്പ് 2 സിവിലൈസേഷനെ സംബന്ധിച്ച് നാം എത്രത്തോളം ചെറുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഡൈസോൺ സ്പിയർ എന്ന് പറഞ്ഞ മാസീവ് സോളാർ എനർജി കളക്ടറാണ് ഇവർ ഊർജ ശേഖരണത്തിന് ഉപയോഗിക്കുക.
നക്ഷത്രത്തിന് ചുറ്റും റിംഗ് അല്ലെങ്കിൽ സ്പിയർ നിർമ്മിക്കും. ഇതിനു മാത്രമേ നക്ഷത്രത്തിന്റെ ഊർജം മുഴുവനായി ശേഖരിക്കാൻ കഴിയൂ. ടൈപ്പ് 2 സിവിലൈസേഷൻ ബയോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളവയല്ല. ട്രൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള മെഷീൻസ് ആയിരിക്കും ഇവർ. കാരണം അവരുടെ കണ്ണിൽ ബയോളജിക്കൽ ബേസ്ഡ് ജീവികൾ എല്ലാ കാര്യത്തിലും പരിമിതരായിരിക്കും. സ്വന്തം മാതൃഗൃഹത്തിന്റെ സുരക്ഷയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഭൗതിക നിലവാരത്തിൽ അവരെക്കാൾ ഏറെ പിന്നിലായി നേരത്തിൽ ജീവിച്ചു മരിച്ചു പോകുന്നവർ. ഇതൊക്കെ കൊണ്ട് തന്നെ ദൗർബല്യങ്ങളെല്ലാം മറികടക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് കടക്കുകയേ നിർവാഹമുള്ളൂ. ഇവർക്ക് ഫോർവേഡ് ടൈം ട്രാവൽ സാധ്യമാണ്. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടർ ടെലിപോർട്ടേഷൻ, ആന്റിമാറ്റർ എഞ്ചിൻ എന്നിവ ഇവർക്ക് നിർമ്മിക്കാനായേക്കും. ടൈപ്പ് 2 സിവിലൈസേഷൻ സ്റ്റാറ്റസിൽ എത്തിയവർ മരണത്തിന് അതീതമായിരിക്കും. മനുഷ്യന് ഇനിയും ഒരു 10,000 മുതൽ 1,00,000 വരെ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം ഈ സ്റ്റാറ്റസിൽ എത്തിപ്പെടാൻ. ടൈപ്പ് 3 ഒരു ഗാലക്സി മുഴുവനായോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഗാലക്സികളിലോ തങ്ങളുടെ അധീനത സ്ഥാപിക്കാൻ തക്ക വിധത്തിൽ വളർന്നവരാണ് ടൈപ്പ് 3 സിവിലൈസേഷൻ. ഒറ്റ വാക്കിൽ ദൈവമെന്ന് പറഞ്ഞ് ഇവരെ നിർവചിക്കാം. ഇന്ന് ശാസ്ത്രത്തിന് അറിയാവുന്ന ഒരു വഴിയിലൂടെയും ഇവരെ നശിപ്പിക്കാനാവില്ല. സെക്കൻഡിൽ 1 അണ്ടസിലിയോൺ ഊർജം ഇവർക്ക് ഉപയോഗിക്കാനാവും. ഇത്രയും എനർജി കൊണ്ട് ഇവർക്ക് സ്വയം ഒരു യൂണിവേഴ്സ് നിർമ്മിക്കാനാവും. ടെക്നോളജിക്കൽ സിംഗുലാരിറ്റിയിൽ എത്തിയവരാണ് ഇവർ. അതായത് പുതിയതായി ഒന്നും കണ്ടുപിടിക്കാനോ പഠിക്കാനോ ഇല്ലാത്ത അവസ്ഥയിലെത്തിയവർ. ഒരു ടൈപ്പ് 3 സിവിലൈസേഷന്റെ കഴിവിന്റെ പരിധി എന്താണെന്ന് നമ്മളുടെ പരിമിതമായ അറിവുകൾക്ക് പറയാനാവില്ല. താല്പര്യങ്ങളിലും ആവശ്യങ്ങളിലും നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. കേവലം ഒരാഴ്ച മാത്രം ജീവിച്ചു മരിച്ചു പോകുന്ന പൂമ്പാറ്റകൾ മനുഷ്യരെ മനസ്സിലാക്കുന്നത് പോലെയാണ് നമ്മൾ ടൈപ്പ് 3 സിവിലൈസേഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ മാനവരാശിക്ക് ഇനിയും 1,00,000 മുതൽ 10,00,000 വർഷങ്ങൾ വേണ്ടിവരും ഒരു ടൈപ്പ് 3 സിവിലൈസേഷനായി മാറാൻ. കോസ്മോളജിക്കൽ ടൈം സ്കെയിലിൽ ഇത് വെറും കണ്ണടച്ചു തുറക്കുന്ന സമയമേ ഉള്ളൂ. ആകാശഗംഗയിലോ അതിനടുത്തോ ഒരു ടൈപ്പ് 3 സിവിലൈസേഷൻ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലായിരുന്നുവെങ്കിൽ ഇതിനകം നമ്മൾ അവരെ തിരിച്ചറിയേണ്ടതായിരുന്നു. പ്രകൃതിയുടെ കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിന്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഓരോ മനുഷ്യരും. മറ്റൊരു ജീവിവർഗത്തിനും ഇത്രകാലം പ്രകൃതി നൽകാത്ത എല്ലാ കഴിവുകളും നമുക്ക് നൽകി. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എത്രമാത്രം വിലപിടിച്ചതാണ് നാം ഓരോരുത്തരും. ഇനി നമ്മുടെ വംശത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. കാലം നമുക്കായി കരുതി വെച്ചത് എന്തുമാകാം. ചിലപ്പോൾ നമ്മൾ മനുഷ്യരായിരിക്കും പ്രപഞ്ചത്തിൽ ആദ്യമായി ടൈപ്പ് 3 സ്റ്റാറ്റസിലെത്തുന്ന ജീവി.